ഹലോ നമസ്കാരം. ഇന്നലത്തെ വീഡിയോ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കണ്ടിന്യൂഷൻ ആണ്. നമ്മളൊരു ബ്രോക്കറുടെ ഒരു ബ്രോക്കർ ഇൻ്റർഫേസ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെയാണ് നമ്മൾ എൻ്റർ ആവേണ്ടത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ബ്രോക്കർ ഇൻ്റർഫേസ് പരിചയപ്പെടുമായിരുന്നു. അതിനു മുന്നേ നമ്മൾ എങ്ങനെയാണ് ഒരു ബ്രോക്കറെ നമ്മൾ സമീപിക്കേണ്ടത്, എന്തൊക്കെ ഡീറ്റെയിൽസാണ് വേണ്ടത്, ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ തുടങ്ങണം എന്നുള്ളത് അതിൻ്റെ മുന്നത്തെ വീഡിയോയിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് വാച്ച് ലിസ്റ്റ്, ഹോം, ഓർഡർ, അതേമാതിരി പോർട്ട്ഫോളിയോ, ഫണ്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് വിശദീകരിച്ചു. എങ്ങനെയാണ് ഫണ്ട് ആഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. ഇനി നമുക്ക് ആ ഒരു വിൻഡോയിൽ തന്നെ, വിൻഡോ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രീനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഫ്യൂച്ചർ ഓപ്ഷൻസ്, അതേമാതിരി സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്, IPO, FD, MTF, അഫോർഡബിൾ ഓപ്ഷൻസ്, ന്യൂസ്, ചാർട്ട് 360. ഇത്രയും ഒരു വിൻഡോയിൽ നമ്മൾ കാണാൻ കഴിയും. ഈ ഒരു ഇൻ്റർഫേസ് തന്നെ ഒരു വിൻഡോയിൽ ഇത്രയും സംഭവങ്ങൾ കാണാൻ കഴിയും. ഇത് ഒരുവിധ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാകും, പക്ഷെ അത് ചിലത് മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയിട്ടുണ്ടാകും. അപ്പോൾ നമ്മളൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ A to Z കാര്യങ്ങളുണ്ട്. നമ്മളിത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതല്ല വിഷയം. പക്ഷെ ഇതെല്ലാം ഓരോന്നും എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി മാത്രമേ നമ്മളെ കാര്യങ്ങൾ പൂർണ്ണമാവുള്ളൂ. അല്ലാതെ നമുക്കറിയാം മ്യൂച്വൽ ഫണ്ട് ഇത് മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അത് എൻ്റർ ചെയ്ത് പോകാൻ കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം എന്താണെന്നുള്ളത് നമുക്കറിയണം. ഇതിലിപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമാണ് സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്, FD, IPO അറിയും. ഈ MTF ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ്, ഈ ഓപ്ഷൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായി ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വിശദീകരിക്കാം. ഓക്കെ, അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാനൊരു വിലപേശലിനെ കുറിച്ച്, നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് വിലപേശണം, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ മെൻ്റൽ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊരിക്കലും ഡൗൺ ആവരുത്. നമ്മളോട് സംസാരിച്ച കാര്യങ്ങൾ എത്രത്തോളം ഓപ്പണായി ചോദിക്കാനുള്ള ഒരു കറേജ് നമുക്ക് വേണം. മറ്റുള്ളവർ എന്ത് കരുതെന്ന് എഴുതിയിട്ട് നമ്മൾ ചോദിക്കാതിരിക്കരുത്. ഇങ്ങനെ രൂപത്തിലൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ 1-2 പരാമർശങ്ങളിൽ ഒരു വിഷമം ഉള്ള പോലെ ചില ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു. കാരണം അത് സെയിൽസ്മാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ പ്രൈസ് പറയുമ്പോൾ അപ്പോൾ അവർക്ക് ഒരിക്കലും ഡൊമിനന്റ് പവർ കൊടുക്കരുത് എന്നൊക്കെ രൂപത്തിൽ പറഞ്ഞിരുന്നു. ശരിക്കും ഈ സെയിൽസ്മാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് ഭയങ്കര ബഹുമാനവും ഭയങ്കര സ്നേഹമാണ്. കാരണം അവർക്ക് ടാർഗറ്റ് അല്ലെങ്കിൽ അവർക്ക് പല കാര്യങ്ങളും ഉണ്ടാവും. ഈ ഒരു സെയിൽ നടന്നു കഴിഞ്ഞാലുള്ള അവർക്ക് അവരുടേതായ പ്രോഫിറ്റ് കിട്ടുള്ളൂ. സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ സാലറി വളരെ കുറച്ചായിരിക്കും, പക്ഷേ സെയിലിനനുസരിച്ച് ഇൻസെൻറ്റീവ് ആയിരിക്കും കൂടുതൽ. അതുകൊണ്ട് തന്നെ കമ്പനി എന്താണ്, അവർ എത്രത്തോളം പ്രഷർ അവർക്ക് കൊടുക്കുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അവർ നമ്മളെ മാക്സിമം അവരെ സെയിൽ കൂട്ടാനും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്താം. അങ്ങനെയുള്ള ആളുകളെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അവരവരുടെ തൊഴിലിൽ പെർഫെക്റ്റ് ആണ്, അങ്ങനെയുള്ള ആളുകളാണ് വേണ്ടത്. ഞാൻ ഉദ്ദേശിച്ചത് അവർക്ക് ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ്, അതിനപ്പുറത്തേക്ക് ചില ആളുകളെ കണ്ടുകൊണ്ടൊരു വില പറയലുണ്ട്. ഇപ്പോൾ ആളുകളെ കണ്ട് അയാളെ വസ്ത്രധാരണം, അയാളെ വാച്ച്, മൊബൈൽ, അതേമാതിരി വാഹനം, ഒപ്പമുള്ള ആളുകൾ, ഇവരെ കണ്ടുകൊണ്ട് അവർക്കൊരു വില പറയുന്നൊരു സ്വഭാവമുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ മുമ്പിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞത്. അല്ലാതെ നോർമൽ കേസിൽ ഒരു സെയിൽസ്മാനോ അല്ലെങ്കിൽ അവർക്കൊരെതിരായിട്ടോ ഒന്നുമല്ല നമ്മൾ പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില സ്ഥലത്തുണ്ട്. ഇപ്പോൾ ചില ഷോപ്പുകളിലൊക്കെ സ്റ്റാഫുകളെ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ വളരെ അത്ര നല്ല രീതിയിലൊന്നല്ല. ഇപ്പോൾ ചില സ്ഥലത്ത് ഒരു വാഷിംഗ് മെഷീന് ഒരു 10,000 പ്രൈസ് ഉണ്ടെങ്കിൽ അവർക്കൊരു ഇത് കൊടുത്തിട്ടുണ്ടാവും, ഒരു സ്കെയിൽ കൊടുത്തിട്ടുണ്ടാവും, 10,000 to 11,000. അതിൻ്റെ ഇടയിൽ വിറ്റ് കഴിഞ്ഞാൽ ഇത്ര പെർസെൻറ്റേജ് നിനക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ നിനക്ക് ഇൻസെൻറ്റീവ് തരാമെന്നുള്ള രൂപത്തിലൊക്കെ ഉള്ള ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഈ പറഞ്ഞ ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് വിൽക്കുന്ന ചില ആളുകളുണ്ട്, ചില ബിരുദന്മാരുണ്ട്, ചില കസ്റ്റമറെ കണ്ടുകൊണ്ട് വില പറ്റിക്കണം അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ആളുകളുണ്ട്. അവരെ സൂക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതുമാത്രമല്ല, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊരു നല്ലൊരു ബന്ധം, ഈ ഷോപ്പിലുള്ള സെയിൽസ്മാനും നമ്മളോട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം അവരും കൂടുതൽ പെർഫെക്റ്റ് ആവും, നമ്മളും കൂടുതൽ പെർഫെക്റ്റ് ആവും. നമുക്ക് സംശയങ്ങളൊന്നുമില്ലാതെ സാധനങ്ങൾ വീട്ടിൽ കൊണ്ട് ഉപയോഗിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. കൂടാതെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ചില ഷോപ്പുകളിൽ ഇപ്പോൾ അടുത്ത് തന്നെ കേട്ട ന്യൂസ്, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ന്യൂസ് കേട്ടുവെച്ചാൽ ഷോപ്പിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ എത്ര ക്ഷീണിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഇരിക്കാൻ പാടില്ല എന്നുള്ള രൂപത്തിലൊക്കെ ഉള്ള ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുക. കാരണം ഇപ്പോൾ കേരളത്തിൽ നമ്മളെ മലയാളീസിൻ്റെ ഇടയിൽ അങ്ങനത്തെ ഒരു സംസ്കാരമൊന്നുമില്ല. എല്ലാ ഷോപ്പിലും മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഇരിക്കാം, വിശ്രമിക്കാം. കസ്റ്റമർ ഉണ്ടാകുമ്പോൾ അവരോട് ഇൻട്രാക്ട് ചെയ്യണം, അതിനു വേണ്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇല്ലാത്ത സമയത്ത് റെസ്റ്റ് എടുക്കാം. ഇതിനൊന്നും നിയമപരമായ തടസ്സമല്ല, എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ അത്രത്തോളം മോശമായിട്ട് പെരുമാറുന്ന മാനേജ്മെൻറ്റുകളും ഉണ്ട്.
അതേമാതിരിക്ക് സ്റ്റാഫുകളും ഇതേമാതിരി കസ്റ്റമേഴ്സിനെ മാക്സിമം പറ്റിച്ച് ക്യാഷ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന, വില കൂട്ടി പറഞ്ഞ് പറ്റിച്ച് എന്നുള്ള വാക്യം പിൻവലിക്കുകയാണ്, വില കൂട്ടി പറഞ്ഞ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സ്റ്റാഫുകളുണ്ട്. അതേമാതിരി കസ്റ്റമേഴ്സിൻ്റെ അടുത്തും ചില മിസ്റ്റേക്കുള്ള കസ്റ്റമേഴ്സും ഉണ്ട്. ആരും ഞാൻ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ മേലെ പറഞ്ഞത്, ആ സ്റ്റാഫുകളെ അല്ലെങ്കിൽ അവരൊരിക്കലും മോശക്കാരാക്കിയിട്ടല്ല പറഞ്ഞത് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അല്ലേ. നമ്മളൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ബനാന നമുക്കറിയാം, ഓണം ആണ് വരുന്നത്. ഓണ സമയത്ത് ബനാനയ്ക്ക് കുറച്ച് മാർക്കറ്റ് ഡിമാൻഡ് കൂടും. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ ബനാനയ്ക്കൊരു വരുന്നത് ഒരു 50 രൂപ kg ആണെങ്കിൽ, അടുത്ത മാസം ഓണം അല്ലെങ്കിൽ പിറ്റത്തെ മാസം ഓണം വരുമ്പോൾ ഓണത്തിന് ഇതൊരു കിലോയ്ക്ക് ഒരു 70 രൂപ ആവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ, എൻ്റെ കണക്കൂട്ടലാണ്. അപ്പം ഞാനിതിനൊരു കരാറ് ഏർപ്പാടാവുകയാണ്. അപ്പം ഈ സംഭവത്തിന് ഞാൻ കരാറ് ഏർപ്പെടുക്കുകയാണ്. അതായത് 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബനാനയ്ക്ക് 70 കിട്ടും എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ നമ്മൾ ഈ ബനാന 3 മാസം കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഈ ചിലപ്പോൾ മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിൽ കൂടുതൽ ചിലപ്പോൾ ഒരു 90-100 ആവും. അതേപോലെ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും താഴോട്ട് പോയിട്ട് ഒരു 50-40 ആവും. ഇത് രണ്ട് സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല, നമുക്ക് 70 കിട്ടും. മനസ്സിലായോ? ഇനിയിപ്പോൾ അത് നമ്മൾ ഷെയർ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഷെയറിന് വില 100, ഈ ഷെയറിൻ്റെ വില 3 മാസം കഴിഞ്ഞ് ഒരു 150 ആവും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഒരു എഗ്രിമെൻ്റ് ആക്കുകയാണ്. എഗ്രിമെൻ്റ് ആക്കി കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞിട്ട് 150 എനിക്ക് കിട്ടും. അല്ല, താഴെ പോയി കഴിഞ്ഞാലും ഇതിൽ മേലെ പോയി കഴിഞ്ഞാലും എനിക്ക് വിഷയമല്ല, ഞാൻ എഗ്രിമെൻ്റ് ആക്കി 150 കിട്ടും. അപ്പോൾ ഫീച്ചേഴ്സ് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ചോദിക്കണം, ഓക്കെ, കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മളത് ഓപ്ഷനാണ്, ഓപ്ഷൻ വരുന്നു. ഓപ്ഷനിൽ കാൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ, ഈ 2 ഓപ്ഷനാണ് നമുക്കുള്ളത്. കാൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ചെയ്യാനുള്ളത്, പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ചെയ്യാനുള്ളത്. ഈ 2 ഓപ്ഷൻസാണ് ഓപ്ഷനിൽ വരുന്നത്. ഫീച്ചേഴ്സ് നമ്മൾ മനസ്സിലാക്കി. ഇനി ഓപ്ഷൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞുതരാം, വിശദീകരിച്ചു തരാം. അപ്പോൾ കാൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം, ബനാനൻ്റെ ഉദാഹരണം തന്നെ പറയാം. നേരത്തെ നമ്മുടെ അടുത്ത് ബനാന ആ സമയത്തേക്ക് നമുക്ക് ഉണ്ടാവും, ഓണത്തിൻ്റെ സമയം അല്ലെങ്കിൽ ആ സമയത്തേക്ക് ബനാന നമ്മുടെ അടുത്ത് ഉണ്ടാവും, നമുക്ക് ഉറപ്പാണ്. നമ്മളെ ഫാമിൽ അല്ലെങ്കിൽ നമ്മൾ കൃഷിയിടത്തിൽ ബനാന വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ധൈര്യത്തിൽ നമ്മൾ ആ സമയത്തേക്ക് ആ റേറ്റ് കണ്ട് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്തത്. ഈ സമയത്ത് നമുക്ക് കാൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത് എൻ്റെ അടുത്ത് ഇപ്പോൾ ബനാന ഇല്ല, പക്ഷെ എനിക്കറിയാം ഓണത്തിനത് വില കൂടുന്നുള്ളത്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുക, ഒരു കാൾ ഓപ്ഷനിൽ ഞാൻ ബൈ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അതായത് ഇപ്പോൾ മാർക്കറ്റിലെ വില ബനാനയ്ക്ക് 60 ആണെങ്കിൽ, ഒരു കിലോയ്ക്ക് 60 ആണെന്നുണ്ടെങ്കിൽ, ഈ സമയത്തേക്ക് ഞാനൊരു 90 ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ വിലക്ക് ഞാൻ എന്ത് ചെയ്യണു, ബനാന വാങ്ങാൻ ബൈ ഓപ്ഷൻ ഇടുകയാണ്. ബൈ ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ സാധനമില്ല, ഞാൻ വേറെ ആടുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു എഗ്രിമെൻ്റ് ആക്കുകയാണ്. എനിക്ക് 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 90, ഇപ്പം ഞാൻ പറഞ്ഞ റേറ്റിന് എത്ര 60 ആണെങ്കിൽ 60-ന് എനിക്ക് ആ സമയത്ത് എനിക്ക് ബനാന കിട്ടും, എനിക്ക് വാങ്ങാൻ കഴിയും. അതാണ് കാൾ ഓപ്ഷൻ ഇടുന്നതിൻ്റെ ഉദ്ദേശം. അതായത് ഇപ്പം നിലവിൽ 60 ആണ്, 60-ന് തന്നെ ഞാൻ 2 മാസം കഴിഞ്ഞിട്ടുള്ള റേറ്റിന് ഈ റേറ്റിന് ഞാൻ 2 മാസം കഴിഞ്ഞിട്ട് ബൈ ചെയ്യാനുള്ള ഒരു എഗ്രിമെൻറ്റ്, അതാണ് കാൾ ഓപ്ഷൻ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് പുട്ട് ഓപ്ഷൻ, അത് സെല്ല് ചെയ്യാനുള്ളതാണ് ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷന് കൂടി മനസ്സിലാക്കി കഴിഞ്ഞാലുള്ളൂ ഈ ഒരു ഫംഗ്ഷൻ ഇതിനെ ഫുള്ള് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതീക്ഷമാർക്ക് ഓണായി കിലോയ്ക്ക് 90 രൂപയായി, 60 രൂപയ്ക്ക് ഞാൻ കോൾ ഓപ്ഷൻ ചെയ്തതാണ്, 90 രൂപയായി ഓണത്തിൻ്റെ സമയത്ത് ഞാൻ വില. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ പ്രതീക്ഷ പോലെ തന്നെയായി. എനിക്ക് ചില മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ എനിക്കറിയാമല്ലോ, അതുകൊണ്ടുള്ള അത്ര ധൈര്യത്തിൽ ഞാൻ ചെയ്യണത്. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഈ സാധനം ഈ കോൾ ഓപ്ഷനിൽ 60-ന് ഞാൻ വാങ്ങാൻ എനിക്ക് കിട്ടും, കാരണം ഞാൻ 60-ന് കോൾ ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുട്ട് ഓപ്ഷൻ എന്ത് ചെയ്യും, നമ്മൾ ഈ 3 മാസം കഴിഞ്ഞിട്ടുള്ള പുട്ട് ഓപ്ഷൻ, ആ സമയത്തുള്ള നമ്മൾ 60-ന് വാങ്ങുന്നത്, 3 മാസം കഴിഞ്ഞിട്ടുള്ള കാര്യം ഇതൊക്കെ പറയുന്നത്, അത് ഓണത്തിനുള്ള കാര്യം പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ 60-ന് വാങ്ങി നമ്മൾ എന്ത് ചെയ്യും, ഈ 90-ന് വിൽക്കും. അപ്പോൾ നമുക്ക് എത്രയായി, ഒരു കിലോമോ 30 രൂപ പ്രോഫിറ്റ്. മനസ്സിലായോ? ഇത് നമ്മുടെ അടുത്ത് സാധനം ഇല്ല, നമ്മുടെ അടുത്ത് ബനാന ഇല്ല. ഈ ബനാന ഇല്ലാതെ വരാൻ പോകുന്ന സമയത്ത് വില കൂടുമെന്ന് കണ്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, നിലവിലെ വിലയ്ക്ക്
കോൾ ഓപ്ഷൻ, അതായത് ബൈ ചെയ്യുകയാണ്. അതായത് വരാൻ പോകുന്നൊരു കാലത്തിന് വേണ്ടിയിട്ട് ഞാൻ അസ്യൂം ചെയ്യാണ്. ഓക്കെ, ആ സമയത്ത് എന്ത് ചെയ്യാണ്, മാർക്കറ്റിൽ വില കൂടുന്നു, ഞാൻ ആ സമയത്ത് 3 മാസം മുന്നേ അല്ലെങ്കിൽ എത്ര മാസം മുന്നെയാണ് ബുക്ക് ചെയ്തിട്ടുള്ള റേറ്റിന് സാധനം ഞാൻ വാങ്ങുന്നു, ഈ വിലയ്ക്ക് നിലവിലെ വില കൂടിയ വിലയ്ക്ക് വിൽക്കുന്നു, പ്രോഫിറ്റ് എടുക്കുന്നു. ഇതാണ് സിമ്പിളായിട്ട് ഈ ഓപ്ഷൻ്റെ ഇതിൽ. അപ്പോൾ ഇത് രണ്ടും മനസ്സിലായല്ലോ. ഈ രണ്ടും ഇന്ന് ഇത്രത്തോളം മതി, ഈ രണ്ടും മനസ്സിലാക്കിയത് മതി. ബാക്കിയുള്ളത് നമുക്ക് ഓരോ ദിവസങ്ങളായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായി, ഇതുപോലെ എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയണം, അതിന് മെസ്സേജ് ചെയ്യണം. എല്ലാവരും ഇതുവരെ തന്ന സപ്പോർട്ടുകൾ ഇനിയും തരണം. കൂടുതൽ നന്നായിട്ട് വീഡിയോ ചെയ്യാൻ അത് പ്രചോദനമാകും. എനിവേ, താങ്ക് യു വെരി മച്ച്.